കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ബുദ്ധിയുടെ ഒരു കരവിരുതാണ്. ഒരുപാട് മണിക്കൂറുകൾ കമ്പ്യൂട്ടർ മുമ്പിൽ ചെലവഴിച്ചാൽ മാത്രമേ നല്ലൊരു പ്രോഗ്രാം വികസിപ്പിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. ആ പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറിൻ്റെ എല്ലാവിധ ആപ്ലിക്കേഷൻ ലെവലും സിസ്റ്റം ലെവൽ പ്രോഗ്രാംസിനെയൊക്കെ അടിത്തറയായിട്ട് ഇരിക്കുന്നത്. പഴയകാല പ്രോഗ്രാമേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർ AI ഉപയോഗിക്കാതെയോ മറ്റ് ഒരു സഹായമില്ലാതെയോ എല്ലാം സ്വന്തമായിട്ടാണ് ആ പ്രോഗ്രാം ചെയ്തിട്ട് അത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. പണ്ടത്തെ കാലത്തെ ഗെയിമുകൾ, പണ്ടത്തെ കാലത്തെ സോഫ്റ്റ്വെയറുകൾ, നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിൻഡോസ്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ പലയിടത്തുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയറൊക്കെ അതിൻ്റെ മകയുടെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇന്നത്തെ കാലത്തെ പ്രോഗ്രാമേഴ്സൊക്കെ എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്ത് AIൻ്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട്, റെഡിമെയ്ഡ് വിസേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കൈ നനയാതെ മീൻ പിടിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമേഴ്സാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുപയോഗിക്കുന്ന ടൂളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ആ പ്രോഗ്രാമിനെ ആശ്രയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾക്ക് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എയർ ഫ്രാൻസിൻ്റെ വിമാനം ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ടിൽ വെച്ചിട്ട് ഫ്രാൻസിൽ തകർക്കപ്പെട്ടു. അത് എയർബസിൻ്റെ വിമാനമായിരുന്നു. ലോകോത്തര നിലവാരമുള്ള സാങ്കേതികവിദ്യ അതിലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഓട്ടോ പൈലറ്റിൽ ഒരു പോരായ്മയുണ്ടായിരുന്നു. അക്ഷരികമായി നോക്കുമ്പോൾ ആ ഓട്ടോ പൈലറ്റിന് പോരായ്മയൊന്നും ഇല്ല എങ്കിലും ആന്ന് പറക്കുമ്പോൾ ഓട്ടോ പൈലറ്റ് ഇട്ട് കഴിയുമ്പോൾ അവിടുന്ന് ഓട്ടോ പൈലറ്റ് നമ്മൾ ഓഫ് ചെയ്തിട്ട് മാനുവൽ മോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഓട്ടോ പൈലറ്റിൽ നിന്ന് മാനുവൽ മോഡിലേക്ക് പൈലറ്റുമാർ കൺട്രോൾ ഏറ്റെടുക്കാൻ നോക്കിയപ്പോൾ അവർക്ക് കിട്ടാത്തതുകൊണ്ട് വിമാനം ആ ടേബിൾ ടോപ്പിൽ വെച്ച് കാടുകളിൽ ഇടിച്ചിറങ്ങാൻ ഇടയായി തീർന്നത്. അതിലുണ്ടായിരുന്ന 200 പേരും മരിച്ചു എന്നാണ് അറിയുന്നത്. ഇത് വിമാനത്തിൻ്റെ പോരായ്മ തന്നെയാണോ എന്നറിയാൻ വേണ്ടി എയർബസ് 2 എഞ്ചിനീയർമാരെ വിട്ട് ഇതേപോലത്തെ ഒരു വിമാനം കൊടുത്തുവിട്ടു സെയിം സ്ഥലത്തേക്ക്. അവിടുന്ന് അവർ പോയപ്പോൾ ഞെട്ടിക്കുന്നൊരു സത്യമാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് താന്ന് പറക്കുമ്പോൾ ഓട്ടോ പൈലറ്റ് മോഡിൽ അത് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓട്ടോ പൈലറ്റ് ഓഫ് ചെയ്ത് മാനുവൽ മോഡിലേക്ക് അത് എടുക്കുമ്പോൾ ഇതേ പ്രശ്നം അവർ കണ്ടെത്തി. പിന്നെ അവർ ടെസ്റ്റ് പൈലറ്റ്സ് ആയിരുന്നുകൊണ്ടും അവർക്ക് വേറെ ഒരുപാട് ചെപ്പടി വിദ്യകൾ അറിയാവുന്നതുകൊണ്ടും അവർ അത്ഭുതകരമായിട്ട് ആ വിമാനം വീണ്ടും മാനുവൽ മോഡിലേക്ക് കൊണ്ടുവന്ന് ഉയരത്തിലേക്ക് അത് കൊണ്ടുപോയി. അപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കണം, എന്നാലേ കാര്യമുള്ളൂ.